ഇന്ന് രാത്രിയിലെ തിരുവചന സന്ദേശത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയുടെ അതിന്റെ തുടർച്ചയായി തന്നെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അപ്പോസ്തലനായ പൗലോസിന്റെ രണ്ടാം മിഷണറി യാത്രയിൽ പ്രാചീന ഗ്രീസിലെ ഏഥൻസിലെത്തിയതും അവിടെയുള്ള എപ്പിക്കൂരിയർ, സ്തോയിക്കർ തുടങ്ങിയ കൂട്ടങ്ങളിൽ അവരിലെ തത്വജ്ഞാനികൾ ഉൾപ്പെട്ട സമൂഹവുമായുള്ള സംഭാഷണം നടത്തിയതിനെ പറ്റി ആയിരുന്നു. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നോക്കുകയാണെങ്കിൽ പ്രയോജനമില്ലാത്ത തത്വജ്ഞാനത്തിന്റെ നടുവിൽ ജീവന്റെ വചനം അല്ലെങ്കിൽ ജീവന്റെ വചനം ചെയ്തെടുക്കുന്ന ആ ക്രിയകളെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ അതിന്റെ ആ ചരിത്ര പശ്ചാത്തലം അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കിയാൽ വ്യത്യസ്തമായ നിരവധി വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ അഥേനയിലെ സാഹചര്യങ്ങൾ പൗലോസിനെ വളരെ വിഷമിപ്പിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നവർ അവർ വലിയ തത്വജ്ഞാനികളാണ്, വലിയ മറ്റുള്ളവരെക്കാളിലൊക്കെ ഒരു പ്രത്യേക ജാതിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ അതിലേക്കൊക്കെ ഒന്നിട്ട് കാര്യങ്ങൾ കുറച്ച് പിന്നീട് കാണാം. അന്നേരം അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നപ്പോൾ പോലും ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ ചിന്താഗതിയും വളരെ വളരെ വികലമായിരുന്നു എന്ന് നമ്മൾ കണ്ടു. അവർക്ക് അറിവുള്ള എല്ലാ വിഗ്രഹങ്ങളെയും അവർ അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരുന്നു. അവർക്ക് അറിയാനുള്ള പേരറിയുന്നതും അവർ ആരാധിച്ചിരുന്നതും അല്ലാത്തിരുന്നതുമായ ഒക്കെ അവിടെ കൊണ്ടുവന്നിരുന്നു. ഇനി അവർക്ക് അറിയാത്ത ഏതെങ്കിലും ദേവൻ ഉണ്ടെങ്കിൽ അതിനെയും ആരാധിക്കുവാനായി ഒരു അജ്ഞാത ദേവൻ എന്ന പേരിൽ ഒരു ബലിപീഠവും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ആ വേദഭാഗങ്ങൾ കാണുന്നത്. ഇത്രയും വിഗ്രഹങ്ങൾ നിറഞ്ഞിരുന്ന സ്ഥലമെങ്കിലും ഈ ദൈവങ്ങൾ ഏതെങ്കിലും വിധത്തിൽ തങ്ങളെ സഹായിക്കുമെന്ന് അവർ കരുതിയിരുന്നില്ല. അവർ പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പോകുന്നു. ഒരുപക്ഷെ അതെല്ലാം കാലങ്ങളായുള്ള അവരുടെ അനുഭവങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ ചിന്തകളായിരിക്കാം. നിരവധി പലപ്പോഴും എന്താ പറയാ, തുടർച്ചയായി പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാതെ പിന്നെ പ്രാർത്ഥിക്കുന്നതിൽ ഒരു മറുപടി പ്രതീക്ഷിക്കാതെയും പ്രാർത്ഥിക്കുന്നവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെയുള്ള ആ അനുഭവത്തിലേക്ക് അവരെത്തിച്ചേർന്നു എന്ന് നമുക്ക് പറയാം. ഞാൻ ഇതിന്റെ മധ്യ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചു മുന്നോട്ട് പോകട്ടെ. നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ അനുഭവത്തിൽ വരുമ്പോൾ അനുഭവങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തെ അല്ല ബൈബിൾ ഉപദേശിക്കുന്നത് അല്ലെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കുക. പലപ്പോഴും അനുഭവങ്ങൾ തിക്തമായിരിക്കാം, അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ അനുകൂലമല്ലായിരിക്കാം. എങ്കിലും ദൈവത്തിനോ ദൈവവചനത്തിനോ മാറ്റമില്ല എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകട്ടെ. അവിടെ ദൈവത്തിനോ ദൈവവചനത്തിനോ മാറ്റമില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മുടെ ഇടയിലൊക്കെ ചിലർ വാക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാ, അല്ലെങ്കിൽ ചിലപ്പോൾ കേട്ടിട്ടുണ്ട് ഞാൻ ഒരിക്കലും വാക്ക് മാറില്ല എന്നൊക്കെ അവകാശവാദങ്ങൾ പറയുന്ന ഒത്തിരി പേരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ വാക്ക് അങ്ങനെയാന്നൊക്കെ പറയുന്നവരൊക്കെ സാധാരണ ലാംഗ്വേജിലൊക്കെ പറയുന്നവരെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അത് പറയാൻ യോഗ്യൻ സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ ദൈവം മാത്രമാണ്, അല്ലെങ്കിൽ ദൈവത്തിന് തന്നെയാണ് അത് പറയാൻ യോഗ്യതയുള്ളത് എന്നുള്ളത് നാം അറിയട്ടെ. ദൈവത്തിന്റെ വാക്കിന് മാറ്റമില്ല, ദൈവവചനത്തിനും മാറ്റമില്ല, ദൈവത്തിനും മാറ്റമില്ല. ആ കാര്യം നാം അറിയട്ടെ. ഇവിടെ നമ്മൾ ഇതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് അവിടെ ചന്തസ്ഥലത്ത് ദിവസേന കണ്ട എല്ലാവരോടും സുവിശേഷം അറിയിച്ചപ്പോഴാണ് സ്തോയിക്കരും എപ്പിക്കൂരിയരും അടങ്ങിയ തത്വജ്ഞാനികൾ പൗലോസിനോട് തർക്കിച്ചതെന്ന് ആ 17-ാം അധ്യായത്തിലുള്ള ആ കാര്യങ്ങൾ നമുക്കറിയാം. അവിടെ ചന്തസ്ഥലത്ത് കാണുന്നവരോടെല്ലാം സുവിശേഷം പ്രസംഗിക്കുന്നതിനാൽ ഒരു വിടുവായൻ എന്ന് പൗലോസിനെ കളിയാക്കി അവർ വിളിച്ചു. അവർ ആ പൗലോസിനെ ആ നിലയിലേക്ക് അവർ താഴ്ത്തി വിളിച്ചു. ക്രിസ്തു നിമിത്തം സകലതും ചവർ എന്ന് എണ്ണിക്കൊണ്ട് പിമ്പിലുള്ളതിനെ മറന്നു മുമ്പിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്ന പൗലോസിന് ആ വിളി അല്ലെങ്കിൽ ആ കളിയാക്കൽ ഒരു പ്രശ്നമായിരുന്നില്ല. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തിയുടെ ആദ്യ അധ്യായങ്ങളൊക്കെ കാണുന്നത് ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന ഒരു പ്രശസ്തിയായിട്ട്, അതൊരു ഭാഗ്യമായിട്ട് കരുതിയിരുന്ന ഒരു കൂട്ടം ശിഷ്യന്മാരെയാണ് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ അവരുടെ ചരിത്രമാണ്, അവരിലൂടെ ദൈവം ചെയ്തെടുക്കുന്ന പ്രവൃത്തികളാണ് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പൗലോസ് യേശുക്രിസ്തുവിനെ കുറിച്ചും അവന്റെ പുനരുദ്ധാനത്തെക്കുറിച്ചും അവരോട് പറഞ്ഞപ്പോൾ അന്യദേവതകളെ ഘോഷിക്കുന്നവൻ എന്ന് പറഞ്ഞു. അതും ഒരു വിമർശനമാണ്. അന്നേരം അന്യദേവതകൾ എന്ന് പറയുമ്പോൾ അവർക്കില്ലാത്ത ഒന്നിനെ അല്ലെങ്കിൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നിനെ എന്നുള്ള കാര്യമാണ് അവർ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം ഏഥൻസിൽ പൗലോസിനോട് തർക്കിച്ച ആ വ്യക്തികളുടെയൊക്കെ മതപശ്ചാത്തലം നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ കുറെ കൂടെ വിശദമായി തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അവിടെ അവർ അജ്ഞാത ദേവന് വേണ്ടി നിർമ്മിച്ച ബലിപീഠവും അതിനോടുള്ള അവരുടെ സമീപനവും മനസ്സിലാക്കിയാൽ പൗലോസ് പ്രസംഗിച്ച ദൈവത്തെയും അംഗീകരിക്കാൻ അവർക്ക് പ്രത്യേകിച്ച് പ്രയാസം ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അവർക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. കാരണം അജ്ഞാത ദേവൻ വേറെ ഏതെങ്കിലും ഒരു ദേവനുണ്ടെങ്കിൽ ആ ദേവനോട് എന്ന് കരുതി അവർ അങ്ങനെ ആ നിലയിൽ അവരെല്ലാവരെയും അംഗീകരിച്ചു പോകുന്നു. എല്ലാവരും എല്ലാ ദൈവങ്ങളെ അംഗീകരിച്ചു പോകുന്നു, ജനങ്ങളെ അംഗീകരിക്കില്ലായിരുന്നു അവർ.
എന്നാൽ ആ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. അവർ പൗലോസിനോട് അവിടെ തർക്കിക്കുന്നതാണ് നമുക്ക് കാണുന്നത്. ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നവരെ ആത്മീയമായി അന്ധരാക്കി ലോകത്തിൽ തന്നെ കുടുക്കിയിടുന്ന സാഹചര്യങ്ങൾ എപ്പോഴും എല്ലായിടത്തുമുണ്ട്. ദൈവത്തിന്റെ യഥാർത്ഥ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ അതിനൊരു എന്തെങ്കിലും ഒരു കാരണമുണ്ടായിട്ട് നമുക്കറിയാം. അനേകർ, എന്റെയും വ്യക്തിപരമായ അനുഭവത്തിലൊക്കെ ആ ദൈവിക വെളിച്ചത്തോട് അടുത്ത് വന്ന് അത് പ്രാപിക്കുവാൻ, ആ കൽപ്പനകളെ അനുസരിപ്പാൻ ദൈവത്തോട് ചേർന്ന് വരുന്ന ആ ഒരു ഘട്ടം എത്തുമ്പോൾ അതിനെ ഒന്ന് കുടുക്കിയിട്ട് വേറൊന്നിലേക്ക്, അതിന് തുല്യമായ മറ്റൊന്നുണ്ട് എന്നുള്ളൊരു ധാരണ പരത്തിക്കൊണ്ട് കബളിപ്പിക്കുന്ന ഒത്തിരി പ്രവൃത്തികൾ നമുക്ക് ഈ ലോകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ സാഹചര്യങ്ങൾ എല്ലായിടത്തുമുണ്ട്. ദൈവജനം പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ എതിർപ്പിനും കാരണം അത് തന്നെയാണ്. നമ്മൾ വിചാരിക്കും ഈ നിത്യജീവന്റെ വചനം എന്ന് നമ്മൾ ആഗ്രഹത്തോടെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ അതിനെ കുരുടാക്കി കളയുന്ന, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കി കളയുന്നത്, അതിന്റെ ഫലത്തെ, ആ ഒരു പ്രവൃത്തിയും ശക്തിയും നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കാം. ഇവിടെ തുടർന്നുള്ള പൗലോസുമായിട്ടുള്ള ആ തർക്കം അവർക്ക് തീർക്കുവാൻ വേണ്ടി, അവർക്ക് ആ വലിയ തർക്കമുണ്ടായി. നമ്മൾ സ്തോയിക്കരും എപ്പിക്കൂരും അടങ്ങുന്ന ആ കൂട്ടരുമായിട്ടുള്ള തർക്കമുണ്ടായി. ആ തർക്കം തീർക്കുവാൻ അവർ അവനെ പിടിച്ച് അരയോപക കുന്നിന്മേൽ കൊണ്ടുപോയി എന്നാണ് അവിടെ കിടന്നത്. അരയോപക കുന്ന് എന്ന് പറയുന്നത് അന്ന് അവിടെ നിലവിലുണ്ടായിരുന്ന ഒരു ന്യായ വിസ്താര സഭയായിരുന്നു. ഒരു ജുഡീഷ്യൽ, അല്ലെങ്കിൽ ആ ഒരു അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരുന്നു അന്നുണ്ടായിരുന്ന, നിലവിലുണ്ടായിരുന്ന ആ സിസ്റ്റത്തെയാണ് അത് പറയുന്നത്. അരയോപക കുന്നിലെ ഈ ന്യായവിസ്താര സഭ എല്ലാറ്റിന്മേലും അധികാരമുള്ള അഥേനയിലെ ഒരു ന്യായാധിപ സംഘമായിരുന്നു. അതിന്റെ നോട്ട് വായിച്ചപ്പോൾ അതിനെക്കുറിച്ച് കാണാൻ കഴിയുന്നത് ബോധപൂർവമായ നരഹത്യ, മുറിവേൽപ്പിക്കൽ, മതപരമായ കാര്യങ്ങൾ, അവർ ഏറ്റവും വിലയേറിയതായി കാണുന്ന ഒലിവ് മരങ്ങൾ കത്തിക്കുക, ഇങ്ങനെയുള്ള കേസുകളൊക്കെ അതിന്റെയൊക്കെ വിചാരണകൾ അവിടെയായിരുന്നു അവർ നടന്നിരുന്നത്, ഈ അരയോപക കുന്നിന്മേൽ. അതിന്റെ ആണ് ഈ രണ്ട് തർക്കത്തിനൊരു അവസാനം ഉണ്ടാകണം, അതിന്റെ ഒരു ഫലം ഉണ്ടാകണം. ആരുടേതാണ് മുന്നിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ, കാരണം തത്വജ്ഞാനികളാകുമ്പോൾ എപ്പോഴും തർക്കിക്കുക, ജയിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. എന്നിട്ട് പൗലോസ് പറഞ്ഞ കാര്യങ്ങൾക്ക് ആ കാര്യങ്ങളെ അല്ലെങ്കിൽ അതിനെ ജയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് അതിന് തീർപ്പുണ്ടാക്കാൻ വേണ്ടി അവിടെ കൊണ്ടു ചെല്ലുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അന്നേരം തുടർന്ന് ആ ആ ന്യായവിസ്താര സഭ, അല്ലെങ്കിൽ അരയോപക കുന്നിലെ ആ ന്യായവിസ്താര സഭയ്ക്ക് അവിടെ പൗലോസിന് തുടർന്ന് അവിടെ ആ പട്ടണത്തിൽ പ്രസംഗിക്കാനുള്ള അവകാശം നൽകുവാനും നിഷേധിക്കുവാനുമുള്ള അധികാരം അവർക്കുണ്ടായിരുന്നു. അന്നേരം അവരിന് പ്രസംഗിക്കരുതെന്ന് പറഞ്ഞ് പൗലോസിനെ പുറത്താക്കാനുമുള്ള അധികാരം, ആ നിലയിൽ ശക്തിയുള്ള, അല്ലെങ്കിൽ ആ നിലയിൽ അധികാരമുള്ള ആ ഒരു സഭയുടെ മുന്നിലാണ് പൗലോസ് ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ആയിരിക്കുന്നത്. ഇവിടെ ദൈവത്തെ അറിയാനോ ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിപ്പാനോ, അല്ലെങ്കിൽ അതിനൊന്നും മനസ്സില്ലാതെ പുതുമയുള്ള കാര്യങ്ങളെ മാത്രം അന്വേഷിച്ചിരുന്ന അവരോട് സംവദിക്കുവാൻ ദൈവം നൽകിയ ഒരു സുവർണ അവസരമായിരുന്നു ആ വിസ്താരമെന്ന് ആ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം. അവർ പുതുമയുള്ള കാര്യങ്ങളിൽ വലിയ കൗതുകമുള്ളവരായിരുന്നു. പക്ഷേ സത്യദൈവത്തോട് എടുക്കുവാൻ, സത്യത്തെ അനുസരിപ്പാൻ ഒന്നും ആ താല്പര്യം കാണിച്ചിരുന്നില്ല. കേൾക്കുവാൻ താല്പര്യമാ എപ്പോഴും. അത് മനുഷ്യരിൽ എല്ലാവരിലും തന്നെ ഉള്ളതാണ്. പുതുമയുള്ള കാര്യങ്ങൾ, കൗതുകമുള്ള കാര്യങ്ങളെ കേൾക്കുവാൻ എപ്പോഴും താല്പര്യമാ. പക്ഷേ അത് നിത്യജീവന് പ്രയോജനം എന്നുള്ളതൊന്നും മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ അനുസരിക്കുവാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ആർക്കും എന്ന് പറയുമ്പോൾ വളരെ പേർക്കും കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അന്നേരം ആ വിസ്താരത്തിലെ തന്റെ പ്രസംഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ പ്രസംഗം നോക്കുമ്പോൾ, നഗരത്തിലൂടെ നടക്കുമ്പോൾ താൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഗ്രീക്കുകാരെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പൗലോസ് തന്റെ പ്രഭാഷണം അവിടെ ആരംഭിക്കുന്നത്. അതിന്റെ 17-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞാൻ ആ വാക്യങ്ങളൊന്ന് വായിക്കട്ടെ. പൗലോസ് അരയോപക മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത്, അതേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളിൽ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്ന് എഴുത്തുള്ള ഒരു ബലിപീഠം എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സത്യദൈവം ഏതൻസ് അല്ലെങ്കിൽ അഥേനയിലുള്ളവർക്ക് എന്തുകൊണ്ട് അജ്ഞാതനായി എന്നുള്ളത് പൗലോസ് ആരംഭത്തിൽ പറയുന്നില്ല. ഇവിടെ അവിടെ കണ്ട ഒരു കാര്യത്തിൽ ഒരു ആമുഖം തുടങ്ങി, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് തുടങ്ങി പൗലോസ് അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷേ പൗലോസ് ഇവിടെ പറയുന്നില്ലെങ്കിലും റോമാലേഖനം 1-ാം അധ്യായത്തിലുള്ള തന്റെ പഠിപ്പിക്കൽ, അല്ലെങ്കിൽ പൗലോസിന്റെ പഠിപ്പിക്കലിൽ നിന്ന് എന്താണ് പൗലോസ് ഇതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പമാണ്. അവിടെ പറയുന്നത് പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ ഉള്ളവർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാവരും ദൈവത്തെ അറിയാത്തതിന് കാരണം അവർ അറിയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ അതിനുവേണ്ടി താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തെക്കുറിച്ച് അറിയുവാൻ കഴിയുന്നിടത്തോളം ദൈവം എല്ലാവർക്കും വെളിപ്പെടുത്തിയിരുന്നു. ആ അധ്യായങ്ങളൊക്കെ നമ്മൾ മുൻപ് ഒത്തിരി പ്രാവശ്യം ബെഞ്ചമിൻ സാർ അത് നന്നായി ആ ഭാഗങ്ങളൊക്കെ എടുത്തിരുന്നു. എല്ലാവർക്കും നന്നായി വെളിപ്പെടുത്തിയിട്ടുണ്ട് ദൈവം. എന്നാൽ അത് ആ നിലയിൽ മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ അതിന് താല്പര്യം കാണിക്കാത്ത ഒരു വലിയ ജനത എല്ലാ കാലത്തുമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അവർ ദൈവത്തെ അറിയാത്ത
ഇല്ലാത്തതിന്റെ കാരണം അവർ ആ വെളിപ്പാടുകളെ നിരസിക്കുന്നു എന്നതാണ്. എല്ലായിടത്തും സാന്നിധ്യം അരുളുന്ന സർവ്വവ്യാപിയായ ദൈവത്തെ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല, അല്ലെങ്കിൽ ദൈവത്തെ അവർ ആ നിലയിൽ അംഗീകരിക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ പൗലോസ് ഇവിടെ തന്റെ ഇവിടുത്തെ ഈ പ്രസംഗത്തിൽ അത് പറയുന്നില്ല, അല്ലെങ്കിൽ ആദ്യം അത് പറയുന്നില്ല. പകരം അവൻ ഗ്രീക്കുകാരുടെ അജ്ഞതയെ ഉദ്ധരിച്ചുകൊണ്ട് അത് തിരുത്തുവാനാണ് ശ്രമിക്കുന്നത്. മനുഷ്യന് മുമ്പിൽ സ്വയം വെളിപ്പെടുത്തിയ ദൈവത്തെ പ്രസംഗിക്കുന്നതിനായി പൗലോസ് എല്ലായിടത്തും സഞ്ചരിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം. ഒരുപക്ഷെ ആദിമ നൂറ്റാണ്ടിലെ ആ ഒരു വലിയ പ്രവർത്തനം തന്നെയാണ് ഇത്രത്തോളം വളർച്ചയ്ക്ക് ദൈവം ഉപയോഗിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രിയമുള്ളവരെ, അത് തന്നെയാണ് അങ്ങനെ പ്രസംഗിക്കുവാനായിട്ട്, ദൈവത്തെ അറിയുന്നവരുടെ ഒക്കെ മധ്യ ശുശ്രൂഷിക്കുവാനായിട്ട് എല്ലാ കാലത്തുമുള്ള നമുക്ക് ലഭിച്ചിട്ടുള്ള മാർഗനിർദ്ദേശം. സകല ജാതികളോടും പോയി സുവിശേഷം അറിയിക്കുക, നമുക്ക് വെളിപ്പെട്ട ആ ദൈവത്തെ കഴിയാവുന്നത്ര പ്രസംഗിക്കുക. എല്ലായിടത്തും പൗലോസിനെ കുറിച്ച് ഈ അധ്യായത്തിൽ തന്നെ പറയുന്നത്, ചന്തസ്ഥലത്ത്, ദേവാലയങ്ങളില്, എല്ലായിടത്തും പൗലോസ് അതിനെക്കുറിച്ച് പ്രസംഗിച്ചു എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ദൈവം ആരാണെന്നും ദൈവം മനുഷ്യർക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്നും അറിയിക്കുക എന്നുള്ള ഒരു വലിയ ആഹ്വാനം നമുക്കിതിൽ നിന്ന്, ഈ അധ്യായത്തിൽ അല്ലെങ്കിൽ പൗലോസിന്റെ ശുശ്രൂഷകളിൽ നിന്ന് നമുക്ക് പ്രാപിക്കാൻ കഴിയും. ഇവിടെ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിലും മുൻ നിർണയത്തിലും ഉൾപ്പെട്ടവരുടെ ഹൃദയം പരിശുദ്ധാത്മാവ് തുറക്കുകയും അവർ ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്ന് അനുഗ്രഹവും പ്രാപിക്കാനിടയാകും. അതുകൊണ്ട് നമ്മളെപ്പോഴും ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ അവസരമുണ്ടാകട്ടെ. ദൈവം ആ നിലയിൽ നമ്മെ ഉപയോഗിക്കട്ടെ. ഇവിടെ അരവ്യോക്കുന്നിലെ ഈ പ്രസംഗത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 4 പ്രധാന കാര്യങ്ങളാണ് പൗലോസ് ഗ്രീസിലെ ആളുകളെ അറിയിക്കുന്നത് നമുക്ക് കാണാനുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സൂചിപ്പിച്ചു വിട്ടിരുന്നു. ആദ്യമായി നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാറ്റിന്റെയും സൃഷ്ടാവ് ദൈവമാണെന്നാണ്. ഇവിടെ 17-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ അത് അങ്ങനെ പറയുന്നുണ്ട്. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല എന്നാണ് ആദ്യം പൗലോസ് തന്റെ ആദ്യ വാക്യത്തിൽ നമുക്ക് പറയുന്നത്. ഇവിടെ സത്യദൈവം ഒരുതരം പ്രകൃതി ദേവതയോ ലോകത്തിന്റെ ആത്മാവോ അല്ല. ഞാനത് പറയാൻ കാരണം ലോകത്തിന്റെ ആത്മാവാണത് ദൈവമെന്ന് സ്തോയിക്കർ ചിന്തിച്ചു. അതുപോലെ ഒരു പ്രകൃതി ദൈവമാണ്, അവർക്ക് നിരവധി പ്രകൃതി ദൈവങ്ങളിൽ ലഭിക്കൂർ വിചാരിച്ചിരുന്നു. ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് അതിൽ പൗലോസ് ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, അവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പൗലോസ് പറയുകയാണ്, ഭൂമിയിൽ തന്നെത്താൻ വെളിപ്പെടുത്തുന്ന, മനുഷ്യന്റെ മുൻപിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ആ സത്യദൈവം ഏതെങ്കിലും ഒരു പ്രകൃതി ദേവതയോ അല്ലെങ്കിൽ ദേവനോ അല്ലെങ്കിൽ ലോകത്തിന്റെ ആത്മാവല്ല, മറിച്ച് ഈ മുഴു പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവാണെന്ന് പൗലോസ് അവരെ പഠിപ്പിക്കുകയാണ്. ഇതെല്ലാം അവരുടെ ചിന്താഗതികളെ ഉണർത്തുന്നതായിരുന്നു. കാരണം ഇങ്ങനെയുള്ള ചർച്ചകളും ഇങ്ങനെയുള്ള വാദങ്ങളും ഇങ്ങനെയുള്ള അറിവുകളും ഒക്കെ അവരെ ഒരു പ്രത്യേക നിലയിൽ അതൊരു എന്താ പറയാ, അവരെ അങ്ങനെയുള്ള അതിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന, അതിനെ ഒരു ഉത്സാഹമുള്ള ഉളവാക്കുന്ന ആ ഒരു പ്രത്യേകത ഉള്ളവരായിരുന്നു ഗ്രീസിലുള്ളവർ. അതായത് തത്വജ്ഞാനത്തിൽ അല്ലെങ്കിൽ തത്വചിന്തകളിൽ ഉത്സാഹമുള്ളവരായിരുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള അവരുടെ ചിന്താഗതിയിൽ ഉണർത്തുന്നതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കൂടാതെ ദൈവവചനത്തിൽ ദൈവം സ്വയം വെളിപ്പെടുത്തിയതിന് അല്ലെങ്കിൽ വെളിപ്പെടുത്തിയിട്ടുള്ളതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു പൗലോസ് ഇങ്ങനെയൊക്കെ ഉറപ്പിച്ചു പറഞ്ഞത്. നമുക്കറിയാം, വേദപുസ്തകത്തിൽ ഒത്തിരി വാക്യങ്ങളുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ള ആ വാക്യങ്ങൾ തുടങ്ങി, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ ആ വാക്യങ്ങളൊക്കെ നമുക്കറിയാം. അതുപോലെ യെശയ്യാപ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, അങ്ങനെ നിരവധി വാക്യം. നിനക്ക് അറിഞ്ഞുകൂടിയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ, അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല, അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അങ്ങനെ നിരവധി വാക്യങ്ങൾ പഴയ നിയമത്തിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു എന്നുള്ളത്. അത് പൗലോസ് പഴയ നിയമത്തിൽ വളരെ പണ്ഡിതനായിരുന്നു. എന്നാലും ആ പഴയ നിയമത്തിന് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ അതും താൻ പ്രാപിച്ച ആ വെളിപ്പാടുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ പൗലോസ് അവിടെ പറയുന്നുണ്ട്. നമ്മൾ പഴയ നിയമ ചരിത്ര കാലഘട്ടത്തിലേക്ക് ഒന്ന് നോക്കുമ്പോൾ മുമ്പ് എല്ലാ ആളുകൾക്കും തിരുവെഴുത്തുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ശരിയാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം യഹൂദന്മാർക്ക് മാത്രമാണ് ബൈബിൾ നൽകിയത്. അതും ആ നിലയിൽ പഴയ നിയമ ഗ്രന്ഥം അവരുടെ വന്നത്. എന്നാൽ എല്ലാ കാലത്തും ആകാശത്തിലും ഭൂമിയിലും ദൈവത്തെ വെളിപ്പെടുത്തുന്ന ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് പല ജാതികളുടെ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെ ജീവിതത്തിലുള്ള പ്രവർത്തനങ്ങളെയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആളുകൾക്ക് ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരാൻ അവസരം ഉണ്ടായിരുന്നു പഴയ നിയമ കാലഘട്ടത്തിലും എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സത്യദൈവത്തെക്കുറിച്ചുള്ള തികഞ്ഞ അജ്ഞത അല്ലെങ്കിൽ ഒന്നും അറിയില്ല എന്ന് പറയാൻ ആർക്കും അവകാശപ്പെടാനാവില്ല എന്നുള്ളത് തന്നെയാണ് വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആ തികഞ്ഞ അജ്ഞത അത് ഏതെങ്കിലും ഒരു വിധത്തിൽ ദൈവം അവരോടൊക്കെ ദൈവത്തെ വെളിപ്പെടുത്തും. അത് ശ്രദ്ധിക്കാതെയോ അറിയാതെയോ കാണാതെയോ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് പൗലോസ് ആദ്യമായി പറയുന്നത് സകലത്തിന്റെ സൃഷ്ടാവ് ദൈവം തന്നെയാണെന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്തുന്നു.
രണ്ടാമത്, എല്ലാറ്റിന്റെയും പരിപാലകനാണ് ദൈവം എന്നുള്ളതാണ് അതിന്റെ അടുത്ത വാക്യത്തിൽ കാണാൻ കഴിയുന്നത്. 17-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ദൈവത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് പറയാണ്. ദൈവം അവന്റെ സൃഷ്ടികളെ പരിപാലിക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന് നാം എന്തെങ്കിലും പ്രത്യേകിച്ച് നൽകുവാൻ ആവശ്യമില്ല എന്നുള്ളതും അവിടെ അറിയിക്കുന്നു. ഇന്ന് നമുക്കറിയാം, മതചിന്തകളിലേക്ക് പോകുമ്പോൾ, ഇത് ക്രിസ്തു മതമാകട്ടെ മറ്റു മതങ്ങളാകട്ടെ, ആ മതചിന്തകളിലേക്കൊക്കെ പോകുമ്പോൾ ദൈവത്തിന് കൊടുപ്പീൻ എന്ന് പറഞ്ഞ് അതിന് ഒത്തിരി ആഹ്വാനങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ദൈവത്തിന് നമുക്കൊന്നും തന്നെ നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് വേദപുസ്തകം പറയുന്നത്. നാം അവനിൽ പ്രാപിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതേസമയം ദൈവം നമുക്കായി വേണ്ടതെല്ലാം ഒരുക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അത് ദൈവത്തിന്റെ ഹിതപ്രകാരം വിനിയോഗിക്കുക എന്ന് മാത്രമേ നമുക്ക് അതിൽ നമുക്ക് ചെയ്യുന്നതൊക്കെ ആ നിലയിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അല്ലാതെ നാം ദൈവത്തിന് കൊടുക്കുന്നു, ദൈവത്തിന് എന്തെങ്കിലും ചെയ്തു എന്നുള്ളതൊന്നും നമുക്ക് ആർക്കും ക്ലെയിം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ആകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല എന്ന് പറയുന്നതിലൂടെ പ്രിയമുള്ളവരെ, ദൈവം സകലവും സൃഷ്ടിച്ചത് എല്ലാവർക്കും മനസ്സിലാക്കുന്ന വിധത്തിൽ ബൈബിൾ വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൃഷ്ടിപ്പിന്റെയും അതിന്റെ പരിപാലനത്തിന്റെയും കാര്യത്തിലുള്ള ശാസ്ത്രീയ കണ്ടെത്തലുകൾ ഒന്നും തന്നെ ബൈബിൾ വെളിപ്പെടുത്തിയ വിശദീകരണങ്ങൾക്ക് വിരുദ്ധമാകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ചിലരുടെ നിഗമനങ്ങളൊക്കെ തെറ്റായി പോകാറുണ്ട്. ചിലർ പറയുന്നത് അങ്ങനെയുള്ള നിഗമനങ്ങൾ, എന്നാൽ ശാസ്ത്രീയ കണ്ടെത്തലുകൾ ഒന്നും തന്നെ ആ ബൈബിൾ അല്ലെങ്കിൽ ബൈബിൾ വെളിപ്പെടുത്തിയ വിശദീകരണങ്ങൾക്ക് വിരുദ്ധമാകുന്നില്ല എന്നുള്ളതും നമ്മളൊന്ന് വിശദമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ സൃഷ്ടിയുടെ പരിപാലനം, അതിനെക്കുറിച്ച് ഒത്തിരി തിയറി എന്താ പറയാ വേദശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ തന്നെയുണ്ട്. സൃഷ്ടിയുടെ പരിപാലനത്തെ കുറിച്ച് നമുക്ക് ഗ്രഹിക്കാൻ അല്പം പ്രയാസമുള്ള കാര്യങ്ങളാണ്. പലതും തെറ്റായി പഠിപ്പിക്കുന്നത്. ഞാൻ അതിലേക്കൊന്നും ഇന്ന് രാത്രി ഞാൻ പോകാനായിട്ട് ആഗ്രഹിക്കുക. ചിലരൊക്കെ പറയുന്നത് പല രീതിയിൽ അവർ സയൻസ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാം ദൈവം ഒരുക്കി വെച്ചിട്ട് പിന്നെ അത് അങ്ങനെ പോകുന്നുണ്ട്, പിന്നെ എല്ലാം ദൈവത്തിന് പിന്നെ ഇടപെടേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള പല പഠിപ്പിക്കലുകളുണ്ട്. ആ പഠിപ്പിക്കലൊന്നും ഒന്നും പോകുന്നില്ല. പക്ഷേ ദൈവം എല്ലാ കാലത്തും പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ ഇടപെടുന്നുണ്ടെന്നുള്ളതാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. അത് ലോക സ്ഥാപനത്തിന് മുമ്പേ നിയമിച്ച് കാലസമ്പൂർണതയിൽ, ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് വിശ്വസിക്കുന്ന സകലരെയും വിടുവിക്കാനാണ്. എന്നിട്ട് നോക്കുക, ലോക സ്ഥാപനത്തിന് മുമ്പേ നിയോഗിച്ചു വെച്ചത് ഒരു കാലസമ്പൂർണതയ്ക്ക് വരെ ദൈവം കാത്തിരുന്ന്, അന്നേരം പ്രകൃതിയിലെ കാര്യങ്ങളെ നോക്കി അവിടെ എന്തെല്ലാം സംഭവിക്കുന്നു എന്നുള്ളതെല്ലാം ദൈവം അറിയുന്നു, ഇടപെടുന്നു. അതിന് മധ്യത്തെ പിതാവ് പുത്രനെ അയച്ച് ഈ ലോകത്തിൽ വന്ന് സകലരെയും വിടുവിക്കാനുള്ള പ്രവൃത്തികളൊക്കെ തികയ്ക്കുന്നത് നമുക്ക് കാണാൻ കഴിയാം. ക്രിസ്തുയേശു ആ വലിയ രക്ഷാപദ്ധതി പൂർത്തീകരിച്ച ശേഷം സ്വർഗാരോഹണം ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. ഇനി നമുക്ക് വേണ്ടി ഇനിയും മടങ്ങി വരുമെന്നുള്ളത് നമ്മുടെ പ്രത്യാശയാണ്. പ്രിയമുള്ളവരെ, ആ വരവിന് താമസം ഉണ്ടാകുന്നതിനെ കുറിച്ച് പത്രോസ് പറയുന്നത്, ഈ വെളിപ്പാടുകൾ ദൈവം വെളിപ്പെടുത്തി, ദൈവം തന്നെ കുറിച്ച് വെളിപ്പെടുത്തിയത്, ക്രിസ്തുയേശുവിൽ കൂടെ വെളിപ്പെടുത്തിയത്, തിരുവചനത്തിൽ കൂടെ വെളിപ്പെടുത്തിയത്, തന്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തുന്നത്, തന്റെ ഭക്തന്മാരുടെ പ്രസംഗത്തിൽ കൂടെ വെളിപ്പെടുത്തുന്നത്, ഇങ്ങനെയുള്ള ഈ വെളിപ്പാടുകളെ കണ്ട് ചിലരും കൂടെ മാനസാന്തരപ്പെടുവാനാണ് എന്നാണ് പത്രോസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോഴും സജീവമായി തന്നെ ദൈവം പ്രപഞ്ചത്തെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും ദൈവം ആ പ്രപഞ്ചത്തിന്റെ ഓരോ കാര്യങ്ങളെയും അറിയുകയും വേണ്ട സമയത്ത് അതിന്റെ സാഹചര്യങ്ങളെ മാറ്റുകയും തന്റെ ഭക്തന്മാരുടെ പ്രാർത്ഥനകൾക്കൊക്കെ അനുസരിച്ച് അതിന്മേലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. രക്ഷാനിർണയം പ്രാപിച്ച ഓരോ ദൈവവേദന ജീവിതത്തിൽ അതൊരു ഉറപ്പുണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നു എന്നതും അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതും, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചും നമ്മൾ ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ദൈവത്തിന്റെ പ്രവൃത്തി മൂലമാണ്. ദൈവം അതിലൊക്കെ ഇടപെടുന്ന ഒരു ദൈവമാകുന്നത് കൊണ്ടാണ് എന്നുള്ള ആ ഉറപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവം പ്രപഞ്ചത്തെ മാത്രമല്ല നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഇന്ന് നിലനിർത്തുന്നെന്ന് ഓർത്ത് നന്ദി പറയുവാൻ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അവസരമുണ്ടാകട്ടെ. നമുക്ക് ആ നിലയിൽ ദൈവത്തോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. മൂന്നാമതായി നമുക്കവിടെ കാണാൻ കഴിയുന്നത്, പൗലോസ് സംസാരിക്കുന്നത് ദൈവമാണ് സകലത്തെയും നിയോഗിക്കുന്നത് അല്ലെങ്കിൽ നിയോഗിച്ച് പൂർത്തീകരിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ 17-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ വാക്യം ഇങ്ങനെ പറയുന്നു, ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തിൽ നിന്ന് മനുഷ്യജാതിയെ
ജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളെയും കാലങ്ങളെയും നിശ്ചയിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കുക, ഒരുത്തിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി. ഇവിടെ ഒരുത്തിന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദാമിനെയാണെന്ന് നമുക്കറിയാം. ആദാമിൽ നിന്ന് ഹവ്വ സൃഷ്ടിക്കപ്പെട്ടു. പിന്നീട് സകല വംശങ്ങളും ജാതികളും അവരിൽ നിന്നുണ്ടായി. ബാബേലിൽ വെച്ച് മനുഷ്യർക്ക് വ്യത്യസ്ത ഭാഷ നൽകി അവരെ ഭൂമിയിൽ എല്ലായിടത്തും ചിതറിച്ചു എന്നുള്ളതും നമുക്കറിയാം. അന്നേരം അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യനെ ദൈവം ആക്കി വെച്ചു. അതിനു പുറമെ പരസ്പര സംരക്ഷണത്തിനും പ്രയോജനത്തിനുമായി വംശങ്ങളും രാജ്യങ്ങളുമാക്കി ഭൂമിയിലെ ജനത്തെ മാറ്റി. നമുക്കറിയാം, രാജ്യങ്ങൾ, രാജ്യാതിർത്തികൾ, അതാത് രാജ്യങ്ങളിൽ അവർ അഭിമാനിക്കുന്നു. അതിന്റെ സംരക്ഷണമുണ്ട്. ഗവൺമെന്റുകൾ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നു. അതൊക്കെ ഒരു പരസ്പര സംരക്ഷണത്തിനും പ്രയോജനത്തിനുമായി ദൈവം നിയോഗിച്ചാക്കുന്നതാണ്. രാജാക്കന്മാരെ വാഴിക്കുന്ന ദൈവമാണ്, രാജാക്കന്മാരുടെ മേൽ വാഴുന്നതും ദൈവമാണ്. അതൊക്കെ ദൈവത്തിന്റെ ഹിതമാണ്. ദൈവം അതിനെയൊക്കെ ആ നിലയിൽ മാറ്റിയുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം മനുഷ്യരെ ഭൂമിയുടെ എല്ലായിടത്തേക്കും വസിപ്പിച്ചു എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. അതത് പ്രദേശങ്ങളിലെ അല്ലെങ്കിൽ അതത് പ്രദേശങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇടങ്ങളെ, താർക്കുന്ന ആ സ്ഥലങ്ങളെ അതിന്റെ എല്ലാ പൂർണ്ണതയോടും കൂടെ മനുഷ്യന്റെ തലമുറകൾക്ക് അവകാശമായി നൽകി എന്നുള്ളതും നമ്മുടേതായ ജീവിത രീതികൾ, നമ്മുടെ ജീവിത അനുഭവങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. ദൈവവചനവും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. മനുഷ്യരെല്ലാവരും ഒരു സ്ഥലത്ത് മാത്രം വസിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ഭൂമിയിൽ എല്ലായിടത്തും ചിതറി പാർക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന്റെ ഇടപെടലുകളൊക്കെ പഴയ നിയമ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഗ്രീക്കുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ വാക്യം ഗ്രീക്കുകാരെ അറിയിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. ഗ്രീക്കുകാർ മറ്റെല്ലാ ജനതകളോടും ചെയ്തതുപോലെ ഒരു ജനത മറ്റൊരു ജനതയെ അവജ്ഞതയോടെ കാണരുത് എന്നുള്ളൊരു സന്ദേശം കൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഗ്രീക്കുകാർ ചിന്തിച്ചിരുന്നത് അവർ അല്ലെങ്കിൽ ഗ്രീക്കിലുള്ള ആ ജനം അവരൊരു പ്രത്യേക ജാതിയാണ്, അവർ സ്വയം ഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് അവർ ചിന്തിച്ചിരുന്നു. ഏറ്റവും പുരാതനമായ ആദിമ നിവാസികൾ ഗ്രീക്കുകാരാണെന്നാണ് അവർ അവകാശപ്പെട്ടിരുന്നത്. രക്തബന്ധപ്രകാരം മറ്റൊരു രാജ്യവുമായോ വംശങ്ങളുമായോ ഗ്രീക്കുകാർക്ക് സമാനതകളില്ല എന്നും അവരൊക്കെ ഈ ഏതൻസിലുള്ളവർ വീരവാദം മുഴക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അവിടെ പൗലോസ് ആ വാക്യം പറയുന്നത്. ഇവിടെ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട അവരെ ഗ്രീസിലും നിയോഗിച്ചത് ദൈവമാണെന്ന് പറയുന്നതിലൂടെ ഇവിടെ പൗലോസ് സ്വയം പറഞ്ഞ് അഭിമാനിക്കുന്ന അല്ലെങ്കിൽ ഗ്രീക്കുകാരുടെ ഒരു അഹങ്കാരമാണ്. സ്വയം പറഞ്ഞ ഞങ്ങൾ രക്തബന്ധത്തിലോ അല്ലെങ്കിൽ ജാതികളുടെ നിലയിലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റാരുമായിട്ട് ബന്ധമില്ല, ഞങ്ങൾ പ്രത്യേകരാണ് എന്ന് പറയുന്ന ആ അഭിമാനിക്കുന്ന ഗ്രീക്കുകാരുടെ അഹങ്കാരം ഇല്ലാതാക്കുന്ന ആ ഒരു പ്രബോധനമാണ് അവിടെ പൗലോസ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവിൽ എന്നെ കേൾക്കുന്ന പ്രിയമരെ, നാം ഓരോരുത്തരും ലോകത്തിലേക്ക് വരുന്ന സമയവും ലോകത്തിൽ നമ്മൾ എത്രത്തോളം തുടരണം എന്നതിന്റെ സമയവും ദൈവം നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിയോഗങ്ങളുണ്ട് നമ്മുടെ മേൽ. എപ്പോഴും നമ്മളിവിടെ ആയിരിക്കണം, എത്ര നാൾ ഇവിടെ ആയിരിക്കണം, എങ്ങനെയൊക്കെ അത് പോകണം എന്നുള്ളത് ഒരു ദൈവത്തിന്റെ നിയോഗം നമ്മുടെ ഓരോരുത്തരുടെ മേലുമുണ്ട്. നമ്മൾ ജനിക്കാനുള്ള സമയം, മരിക്കാനുള്ള സമയം, അവയ്ക്കിടയിൽ എല്ലാ ചെറിയ കാര്യങ്ങളും, അതായത് ഈ ലോകത്തിലെ നമ്മുടെ എല്ലാ സുഖ ദുഃഖങ്ങളുടെയും ആശങ്കകളുടെയും സമയം, അവ ഐശ്വര്യകാലമായാലും കഷ്ടകാലമായാലും അവയെ നിശ്ചയിച്ചത് ദൈവമാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെയാണ് പൗലോസ് ഗ്രീക്കുകാരുടെ മുന്നിൽ വെളിപ്പെടുത്തുന്നത്. അത് നമ്മളോട് സംസാരിക്കുന്നതാണ്. ദൈവത്തിന് നമ്മുടെ മേൽ നിയോഗങ്ങളുണ്ട്, നമ്മുടെ മേൽ ദൈവത്തിന് ഇപ്പോഴും നിയന്ത്രണങ്ങളുണ്ട്, ദൈവം നമ്മെ പരിപാലിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് മുമ്പിൽ വരുവാനുള്ള കാലങ്ങളിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിനായി നാം ദൈവത്തിൽ ആശ്രയിക്കണം എന്നുള്ള ഒരു ചിന്തയും കൂടെ ഇതിന്റെ മുമ്പാകെ നമുക്ക് വരുന്നുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മെ നടത്തേണ്ടതിന്, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ എപ്പോഴും കൂടിയിരിക്കേണ്ടത്, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന്റെ സഹായം ഉണ്ടാകേണ്ടതിന് എപ്പോഴും നാം ദൈവത്തിൽ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും വാസസ്ഥലത്തിന്റെ അതിരുകളെയും നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതും നാം അറിയട്ടെ. നമ്മൾ താമസിക്കുന്ന വാസസ്ഥലങ്ങളിൽ നമ്മെ തന്നെ ഉൾക്കൊള്ളുവാനും ഉള്ളതിൽ നിന്ന് ഏറ്റവും മികച്ചത് നേടുവാനുള്ള കാരണം നമ്മുടെ ജന്മസ്ഥലവും നമ്മുടെ വാസസ്ഥലവും ദൈവത്തിന്റെ നിർണയവും നിയമനവുമായതിനാലാണെന്നുള്ളത് നാം അറിയട്ടെ. പിന്നീട് പൗലോസ് ഏതൻസിലെ ജനങ്ങളോട് പറയുന്നത്, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരും ദൈവത്തിന്റെ പരിപാലനത്തിലും നിയമങ്ങളിലുമുള്ള നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നവരായി മാറണമെന്നുള്ളതാണ് ഏതൻസിലെ ജനങ്ങളോട് പറയുന്നത്. അതായത് നാലാമത്തെ കാര്യം, നാം ദൈവത്തെ അന്വേഷിക്കണം. സൃഷ്ടിയുടെ മുന്നിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുവാനും അവനെ കണ്ടെത്തുവാനും സൃഷ്ടിക്ക് ബാധ്യതയുണ്ടെന്നുള്ള കാര്യം അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നത്, 17-ാമത്തെ 27-ാം വാക്യത്തിൽ ദൈവത്തെക്കുറിച്ച് നൽകിയിട്ടുള്ള പൊതു വെളിപ്പാടിന്റെ ഉദ്ദേശം അതിലൊരു ഊന്നൽ നൽകിക്കൊണ്ടാണ് ആ വാക്യം അവിടെ പറയുന്നത്. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ തപ്പി നോക്കി കണ്ടെത്തി നോക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു ദൈവം ഉണ്ടോ എന്നുള്ളത് ചോദിച്ചറിയുക, അതൊന്നുമല്ല. തപ്പി നോക്കി, അതിന് അത്രമാത്രം വ്യക്തിപരമായി അവിടെ ആ ഒരു കാര്യമാണ് പറയുന്നത്. അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല താനും എന്നാണ് ആ വാക്യം വായിക്കുന്നത്.
17-27 വാക്യമാണ് ഞാനിപ്പോൾ വായിച്ചത്. തന്റെ സൃഷ്ടിയായ മനുഷ്യന് ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ് ദൈവം വ്യത്യസ്ത നിലയിൽ തന്നെ അവിടെ വെളിപ്പെടുത്തുന്നതെന്ന് ആ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, സ്നേഹവാനും മനസ്സിലുള്ള ദൈവം കണ്ടെത്താതിരിക്കുവാൻ മാത്രം അകലെയല്ല എന്ന ആ പ്രഭാഷണം ഗ്രീക്കുകാരുടെ കൂട്ടത്തിൽ നമ്മളെയും ഓർമ്മിപ്പിക്കുന്നു. ആ ദൈവത്തെ കണ്ടെത്തുവാൻ, ദൈവത്തിന്റെ അടുക്കലെത്തുവാൻ, ആ ദൈവത്തിൽ നിന്ന് മറുപടി കേൾക്കുവാൻ, ആ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ആശ്വാസം പ്രാപിപ്പാൻ നമുക്കും അവസരമുണ്ടെന്നുള്ള കാര്യം ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഗ്രീക്കുകാരുടെ വിഗ്രഹാരാധന ദൈവവചന പ്രകാരം വലിയ തെറ്റാണ്. നമുക്കറിയാം, വിഗ്രഹാരാധനയെ കുറിച്ച് പഴയ നിയമത്തിലൊക്കെ ഉണ്ടാകുന്ന അതിന്റെ ശിക്ഷയും അതിൽ നിന്ന് ദൈവത്തിന്റെ നടപടികളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതൊരു വലിയ തെറ്റാണെങ്കിലും പൗലോസ് ആ നിലയിൽ അവരെ ശാസിക്കുന്നത് നമുക്ക് തുടർന്നുള്ള വാക്യങ്ങൾ കാണുന്നില്ല. അതിന്റെ 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയിൽ ദൈവം മനുഷ്യന്റെ ശില്പബുദ്ധിയും സങ്കല്പം കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊൻ, വെള്ളി, കല്ല് എന്നിവയോട് സാദൃശ്യം എന്ന് നിരൂപിക്കേണ്ടതല്ല എന്നാണ് പറയുന്നത്. അതായത് പൗലോസ് ഇപ്രകാരം അവരോട് പ്രബോധിക്കുന്നത്, സ്വന്തം വഴി സഞ്ചരിച്ചുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നതിലും കണ്ടെത്തുന്നതിലും അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതിനുവേണ്ടി അവരെന്ത് ചെയ്തു? അവരുടെ കഴിവ് ഉപയോഗിച്ച്, ശില്പവിദ്യ ഉപയോഗിച്ച്, അല്ലെങ്കിൽ സങ്കല്പം ഉപയോഗിച്ച് പൊന്നും വെള്ളിയും കല്ലും കൊണ്ട് കൊത്തിത്തീർക്കുന്ന അതിനോട് ദൈവത്തെ അവർ സാമ്യപ്പെടുത്തി, അങ്ങനെ ദൈവത്തെ യഥാർത്ഥമായി തപ്പി നോക്കി അല്ലെങ്കിൽ ദൈവത്തെ യഥാർത്ഥമായി അന്വേഷിച്ച് കണ്ടെത്തുവാൻ, അത് ദൈവം വെളിപ്പെടുത്തിയിട്ട് കണ്ടെത്താമായിരുന്നു. അതിൽ അവർ പരാജയപ്പെട്ടു എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. ഒപ്പം പൗലോസ് പറയാണ്, അതിന്റെ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയാണ്, അവരുടെ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ക്ഷമിക്കുമെന്നുള്ള ആ വാക്യത്തിൽ അവിടെ വ്യക്തമാക്കുകയാണ്. 30-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു എന്ന് പറയുന്നത്. അന്നേരം പൗലോസ് അവർക്ക് ഒരു ഉറപ്പ് നൽകുകയാണ്. അന്നേരം പൗലോസ് ഒത്തിരി കുറ്റപ്പെടുത്തിയില്ല. ശരിക്കും വിഗ്രഹാരാധന വലിയ പാപമാണ്. അതൊരു ദൈവത്തിന്റെ മുമ്പാകെ അത് നിൽക്കാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ ആ സ്വത്വത്വത്തിനെ ഇല്ലാതെയാക്കുന്ന ഒരു പാപമാണെന്ന് നമുക്കറിയാം. പക്ഷേ ആ നിലയിൽ അങ്ങനെ ശാസിക്കുന്നതിന് പകരം ആ അറിയായ്മയുടെ കാലങ്ങളെ ഒക്കെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ മാനസാന്തരപ്പെടുന്ന എല്ലാവരോടും ദൈവം ക്ഷമിക്കുന്നു എന്നുള്ള സന്ദേശം അവിടെ പറയുന്ന പൗലോസ് അവിടെ പ്രബോധിപ്പിക്കുന്നുണ്ട്. ഗ്രീക്കുകാരുടെ തത്വശാസ്ത്രത്തിന് അല്ലെങ്കിൽ അവർക്ക് വലിയ തത്വശാസ്ത്രവും അല്ലെങ്കിൽ അവർക്ക് ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ആ തത്വശാസ്ത്രത്തിന് അവരെ ദൈവത്തെ അറിയുന്നതിലേക്ക് നയിക്കാൻ കഴിഞ്ഞില്ല. അതൊരു ബുദ്ധിശൂന്യമായ ഒരു അജ്ഞതയാണ്. അറിയായ്മയുടെ കാലങ്ങളായിരുന്നു, അല്ലെങ്കിൽ ബുദ്ധിശൂന്യം, അല്ലെങ്കിൽ അജ്ഞതയാണ് എന്നുള്ള കാരണം അവിടെ പറയുന്നത്. പൗലോസിന്റെ വാക്കുകൾ തന്റെ കേൾവിക്കാരിൽ പലർക്കും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും ആദ്യം മുതൽ ലക്ഷ്യമിടുന്ന കാര്യത്തിലേക്ക് ഈ അവസാനത്തെ വാക്കുകൾ പറയുമ്പോഴത്തേക്കും അത് എത്തിയിരിക്കുന്നു. മാനസാന്തരത്തിന്റെ സന്ദേശം പൗലോസിന് അവരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇത്രയും നീണ്ട ഈ പ്രഭാഷണത്തിന്റെ അവസാനം എത്തുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ചില പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു. അവരിൽ അരയോപിക സ്ഥാനിയായ ദിയോന്യൂസിയോസും ദമരിസ് എന്ന പേരുള്ള സ്ത്രീയും മറ്റു ചിലരും ഉണ്ടായിരുന്നു എന്നുള്ളത് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, അതൊരു ജുഡീഷ്യറി സിസ്റ്റം ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ന്യായവിസ്താര സഭയായിരുന്നു. അരയോഗ അതിന്റെ സ്ഥാനിയായ ദിയോന്യൂസിയോസും ദമരിസ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ അവിടെ, ആ രണ്ട് വ്യക്തികളല്ല, അവരോട് കൂടെ മറ്റു ചിലർ കൂടി ഉണ്ടായിരുന്നു. നോക്കുക, പൗലോസിന് അനുവാദം കൊടുക്കേണ്ട അതിൽ തന്നെ ചിലർ കർത്താവിനെ അറിയുവാനും ആ ദൈവത്തിന്റെ ആ വെളിപ്പാടുകളിലേക്ക് അടുത്തു വരുവാനും ദൈവം അവസരങ്ങളെ ഒരുക്കി എന്നുള്ളത്, ആ മാനസാന്തരത്തിന്റെ സന്ദേശം അവിടെ ഫലപ്രാപ്തിയിൽ എത്തി എന്നുള്ളത് നമുക്ക് ആ 34-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, പൂർണ്ണമായുള്ള ദൈവിക നടത്തിപ്പിലേക്കും ദൈവിക ഉദ്ദേശത്തിലേക്കും എത്തുവാൻ നമുക്ക് കഴിയുന്നുവോ എന്ന് ഇന്ന് രാത്രി നമുക്ക് പരിശോധിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടവരട്ടെ. നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ച ദൈവം തീർച്ചയായും നമ്മെ പരിപാലിക്കും. നമ്മുടെ ജീവിതത്തിൽ ആ ഉറപ്പുണ്ടാകട്ടെ. സൃഷ്ടിച്ച ദൈവമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പരിപാലിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ ദൈവത്തിന് പ്രസാദമുള്ള നിയോഗങ്ങളെ നൽകിക്കൊണ്ട് ദൈവം നമ്മോടുകൂടെ എല്ലാ നാളും ഉണ്ട് എന്നുള്ളൊരു വാക്തത്വവും തിരുവചനം നമുക്ക് നൽകുന്നുണ്ട്. നിയോഗങ്ങളെ, നമുക്ക് ഇതുവരെയുള്ള നിയോഗങ്ങളൊക്കെ അത് ദൈവത്തിന്റെ ഹിതം തന്നെയായിരുന്നു. പക്ഷേ ആ നിയോഗങ്ങളിൽ ദൈവത്തിന് പൂർണ്ണ പ്രസാദമുള്ള നിയോഗങ്ങളിലേക്ക് കടക്കുവാൻ ഇനിയും നമുക്ക് അവസരങ്ങളുണ്ട് എന്നുള്ള കാര്യം കൂടെ ഇന്ന് രാത്രി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തിയതിനെ ആത്മാവിൽ അന്വേഷിച്ചുകൊണ്ട് ക്രിസ്തുവിൽ വളരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. ആ വലിയ വളർച്ച നമുക്കറിയാം. ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അത് ഗ്രീക്കുകാരുടെ മുന്നിൽ പറഞ്ഞു. അവരിൽ ചിലരത് മനസ്സിലാക്കി ആ ദൈവത്തെങ്കിലേക്ക് അടുത്തു വന്നു. അവിടെ തീരുന്നില്ല, അത് പിന്നെയും മുന്നോട്ട് വളരുകയാണ്. ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയെക്കുറിച്ച് പിന്നെ ആത്മാവിൽ തിരുവചനത്തിലൂടെ നാം കൂടുതൽ ദൈവത്തെക്കുറിച്ച് അറിയുവാനുള്ള അവസരങ്ങളാണ്. അങ്ങനെ വളരുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയുണ്ടാകട്ടെ. അതുപോലെ തന്നെ അത് മറ്റുള്ളവരെ അറിയിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങൾ ഉണ്ടാകട്ടെ. അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
ഏതും കാര്യമില്ല.